അത് നാണം കെട്ട രാഷ്ട്രീയക്കാരന്റെ ആ ജൽപ്പനം ഞങ്ങൾ വിലവെക്കാറില്ല. കാരണം മഞ്ചേശ്വരത്ത് ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസുമായി ഡീല് ഉറപ്പിക്കുന്ന ഏർപ്പാടാണ് CPM നടത്തുന്നത്. കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഡീല് പറഞ്ഞു നടക്കുന്ന രണ്ട് മുന്നണിക്കും ബദലായി ഭാരതീയ ജനതാ പാർട്ടിയെ തെരഞ്ഞെടുക്കുന്ന ആ ചിത്രമാണ് നിങ്ങൾ മെയ് മാസം 4-ാം തീയതി കാണാൻ പോകുന്നത്. LDF UDF മുന്നണികൾ BJPക്കെതിരെ നടത്തുന്ന ഡീൽ അപവാദ പ്രചാരണം നാണംകെട്ട രാഷ്ട്രീയക്കാരന്റെ ജൽപ്പനങ്ങളാണെന്ന് BJP പുതുക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി എ നാഗേഷ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ NCTVയോട് പ്രതികരിക്കുകയായിരുന്നു എ നാഗേഷ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 15 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള വേഗപ്പാച്ചിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. ഇപ്പോൾ പുതുക്കാട് നിയോജക മണ്ഡലം BJP NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള എ നാഗേഷാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ അമ്പല്ലൂരിൽ നിന്നാണ് നാഗേഷേട്ടൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. നാഗേഷേട്ട, ഒരുപാട് പ്രവർത്തകരുണ്ടല്ലോ, വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. യാതൊരു സംശയം വേണ്ട, പ്രവർത്തകരുടെ ഈ ആവേശം നേരത്തെ പറഞ്ഞ പുതുക്കാടിൻ്റെ മണ്ണിൽ ഇത്തവണ താമര വിരിയുമെന്നുള്ള ആത്മവിശ്വാസം പ്രവർത്തകർക്കും നാട്ടുകാർക്കുമുണ്ട്. കാരണം ഈ നാട്ടിൽ പ്രവർത്തിച്ച കഴിഞ്ഞ 10-40 വർഷക്കാലമായി ഈ നാട്ടുകാരറിയുന്ന, നാട്ടിലെ പ്രശ്നങ്ങൾ അറിയുന്ന 100% എന്നെ തെരഞ്ഞെടുക്കും. ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി മിന്നും വിജയം പുതുക്കാട് മണ്ഡലത്തിൽ കരസ്ഥമാക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രവർത്തകർക്ക് ആത്മവിശ്വാസമുണ്ട്. അതിൻ്റെ ആവേശമാണ് എല്ലാ പ്രവർത്തകരിലും കാണുന്നത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി പുതുക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആളാണ് നാഗേഷേട്ടൻ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും നമുക്കറിയാം സ്ഥിരമായ ഒരു വോട്ട് വിഹിതം പുതുക്കാട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയമുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം മാറ്റം പുതുക്കാട് ഉണ്ടാകുന്നു? 6000 വോട്ടിൽ നിന്ന് ആരംഭിച്ചതാണ് പുതുക്കാടിൻ്റെ യാത്ര. അത് 36,000-ലേക്ക് എത്തി നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 40,000-അടുത്ത വോട്ടുകൾ ഭാരതീയ ജനതാ പാർട്ടി കരസ്ഥമാക്കിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഏറെ അഭിമാനം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ 62,000 താമര അടയാളത്തിൽ വോട്ട് വാങ്ങിയിട്ടുള്ള മണ്ഡലമാണ് പുതുക്കാട്. ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ജില്ലയിൽ വോട്ട് വാങ്ങിയ മണ്ഡലമാണ്. അതുകൊണ്ട് 100% ഞങ്ങൾ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കേന്ദ്ര സർക്കാരിൻ്റെ വികസനക്ഷേമ പദ്ധതികൾ അത് പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എത്രത്തോളം നടപ്പിലാക്കിയിട്ടുണ്ട്? ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം കാണിച്ചിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ MLAയും ഇവിടുത്തെ ഭരണകക്ഷിയും പരാജയപ്പെട്ടു. ജൽജീവൻ മിഷൻ പദ്ധതി അടക്കം, ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതി അടക്കം എല്ലാ മേഖലയിലും ഈ സർക്കാർ MLA പരാജയപ്പെട്ടു. അത് ജനമധ്യത്തിൽ തുറന്നു കാട്ടിക്കൊണ്ട് രവീന്ദ്രൻ മാഷ്ട കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഇന്ന് അവിടെ അപകടാവസ്ഥയിലാണ് എന്ന ബോർഡ് വയ്ക്കേണ്ട ഗതികേടിലെത്തിയിട്ട്, അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ വീഴ്ചയും ജനമധ്യത്തിൽ തുറന്നു കാണിക്കാനും 2 നദികളുള്ള ഈ പുതുക്കാട് മണ്ഡലത്തിൽ, കുർമാലിപ്പുഴയും മണലിപ്പുഴയുമുള്ള ഈ പുതുക്കാട് മണ്ഡലത്തിൽ കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി പോലും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാർഷിക മേഖലയായിട്ടുള്ള ഈ പുതുക്കാട് കൃഷിക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ജലസേചന പദ്ധതികൾ 2 പുഴയുണ്ടായിട്ടും എന്തെങ്കിലും ഒരു ചെറുവിരലനക്കാൻ MLAക്ക് സാധിച്ചിട്ടില്ല. പരമ്പരാഗത വ്യവസായ മേഖല, ഓട് വ്യവസായ മേഖല തകർന്ന് തരിപ്പണമായി. ഈ വക കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി വികസന പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇത്തവണത്തെ വോട്ട് വികസനത്തിനാണ്. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അപ്പുറത്തേക്ക് മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പുതുക്കാടിന്റെ മണ്ണിൽ നടപ്പാക്കുമെന്നുള്ള വിശ്വാസമാണ് ജനങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നത്. പ്രചരണ തന്ത്രങ്ങൾ എത്ര മാറിയിട്ടുണ്ടെങ്കിലും ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രചരണം എന്ന് പറയുന്നത്. ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഏറ്റവും നല്ല പ്രതികരണമാണ്. നിങ്ങൾ രാവിലെ മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. അല്പം വൈകിട്ടാണ് ഞങ്ങൾ രംഗത്തിറങ്ങിയതെങ്കിലും എന്തായാലും ഇന്ന് 2 മുന്നണികൾക്ക് അപ്പുറത്തേക്ക് ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഇന്ന് ഞങ്ങളുടെ പ്രചരണം എത്തിച്ചിട്ടുണ്ട്. അത് കാരണം യാതൊരു തരത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് 100% ഈ സഖ്യത്തെ സ്വീകരിക്കാൻ, ദേശീയ ജനാധിപത്യ സഖ്യത്തെ സ്വീകരിക്കാൻ അവർ തയ്യാറെടുത്തു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്ത് തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. CPM-ഉം UDF-ഉം ഒരുപോലെ കുറ്റപ്പെടുത്തുന്നത് BJP-യാണ്. ഡീൽ എന്ന ഒരു ഒറ്റ പേരിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് BJP-യാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് നാണം കെട്ട രാഷ്ട്രീയക്കാരന്റെ ആ ജൽപ്പനം ഞങ്ങൾ വിലവെക്കാറില്ല. കാരണം മഞ്ചേശ്വരത്ത് ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസുമായി ഡീല് ഉറപ്പിക്കുന്ന ഏർപ്പാടാണ് CPM നടത്തുന്നത്. പാലക്കാട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞുവെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. ഇത് കഴക്കൂട്ടത്തും നേമത്തും അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും ഒക്കെ തന്നെ നടക്കാൻ പോകുന്നത്. എന്തിനേറെ പാലയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള റോഡ് ഷോ അടക്കമുള്ള പരിപാടികൾ നോക്കിയാൽ മതി. കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഡീല് പറഞ്ഞു നടക്കുന്ന 2 മുന്നണിക്കും ബദലായി
ഭാരതീയ ജനതാ പാർട്ടിയെ തെരഞ്ഞെടുക്കുന്ന ആ ചിത്രമാണ് നിങ്ങൾ മെയ് മാസം 4-ാം തീയതി കാണാൻ പോകുന്നത്. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എ നാഗേഷ് എന്ന BJPയുടെ സംസ്ഥാന നേതാവ്. ഇത്തവണ പുതുക്കാട് മണ്ഡലത്തിൽ താമര വിരിയിക്കാൻ കഴിയും. ഞങ്ങൾക്ക് ഡീല് വോട്ടർമാരായിട്ടാണെന്നാണ് BJPയുടെ എ നാഗേഷ് പറയുന്നത്. ഏതായാലും പ്രചരണ തന്ത്രങ്ങൾ കൊടുക്കുമ്പോൾ പുതുക്കാട് മണ്ഡലത്തിൽ പോരാട്ടം കനക്കുകയാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.